ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. 5 എടുക്കുവാണ്. 5ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 1/5. 2 എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 1/2. ജനറലി എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ ഇൻവേഴ്സ് എന്താണ്? 1/x. ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സ് എന്താണ്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം അല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്. ഇതാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫങ്ഷൻ എടുക്കാം, സൈൻ എക്സ്. നമ്മൾ സൈൻ എക്സിൻ്റെ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. എന്താണ് സൈൻ എക്സിൻ്റെ ഇൻവേഴ്സ്? അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും അല്ലേ, 1/sin x ആയിരിക്കുമെന്ന്. ഒരിക്കലും സൈൻ ഇൻവേഴ്സ് എക്സ് 1/sin x അല്ല. അതുപോലെ തന്നെ മറ്റ് ട്രിഗണോമെട്രി ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലും 1/ ആ ഫങ്ഷൻ ഒരിക്കലും എന്താകില്ല? ഇൻവേഴ്സ് ആകില്ല. അതായത് കോസ് ഇൻവേഴ്സ് എക്സ് ഒരിക്കലും 1/cos x ആകത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഈ ട്രിഗണോമെട്രി ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് തന്നെ ഇൻവേഴ്സ്, ഒരു ഫങ്ഷൻ്റെ ഇൻവേഴ്സ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞ നമ്പേഴ്സിൻ്റെ കാര്യമാണ്. ഇനി നമ്മുടെ ഫങ്ഷനിലേക്ക് നമുക്ക് പോകാം. ഒരു ഫങ്ഷൻ എഫ് എടുക്കാം. അപ്പം ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രത്യേക ഡൊമൈനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റേഞ്ചിലേക്കായിരിക്കും. അപ്പം ഞാനിവിടെ എഫ് എന്ന് പറയുന്ന ഫങ്ഷനെ എക്സിൽ നിന്ന് വൈയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ഡൊമൈനും വൈ എന്ന് പറയുന്നത് റേഞ്ചുമാണ്. ഈ ഫങ്ഷൻ എഫ് എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആകുന്നത്? എഫ് ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ എഫ് എന്തൊക്കെയായിരിക്കണം? 1 ആയിരിക്കണം, ഓൺ2 ആയിരിക്കണം. 1 ഓൺ2മായ ഒരു ഫങ്ഷൻ മാത്രമേ ഇൻവേർട്ടിബിൾ ആകത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എന്താണ് കണ്ടത്? എഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്ക് ഡിഫൈൻ ചെയ്തു. എഫ് 1 ആണ്, എഫ് ഓൺ2 ആണ്. എഫ് 1 ഓൺ2 ആണെങ്കിൽ എഫ് എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിന് ഇൻവേഴ്സിനെ നമുക്ക് ജി എന്ന് വിളിക്കാം. ഇനി ഒരു ഫങ്ഷൻ എഫ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് യുണീക്ക് ഇൻവേഴ്സ് ആയിരിക്കും ഉള്ളത്. അതിൻ്റെ ഇൻവേഴ്സ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. ആ യുണീക്ക് ഇൻവേഴ്സിനെ നമുക്ക് ജി എന്ന് വിളിക്കാം. ഓൾറെഡി നമ്മുടെ ഫങ്ഷൻ എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫങ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്ന ഫങ്ഷൻ വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എഫ് എക്സിൽ നിന്നും വൈയിലേക്കാണെങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സായ ജി എന്ന് പറയുന്ന ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് തിരിച്ച് വൈയിൽ നിന്ന് എക്സിലേക്കായിരിക്കും. ഇതാണ് നമുക്ക് ഒരു ഫങ്ഷൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ഫങ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ അത് 1 ആയിരിക്കണം, ഓൺ2 ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഒരൊറ്റ ഇൻവേഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നമുക്കിനി നമ്മുടെ ട്രിഗണോമെട്രി ഫങ്ഷൻസിലേക്ക് വരാം. സൈൻ എക്സിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സൈൻ എക്സ് എന്ന ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 അപ്പം എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ ഡൊമൈനും ക്ലോസ്ഡ് ഇൻ്റർവൽ -1 എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ റേഞ്ചുമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി സൈൻ എക്സ് ഇൻവേർട്ടിബിൾ ആണോ? സൈൻ എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല. അതായത് സൈൻ എക്സ് ഈസ് നോട്ട് 1 ആൻഡ് ഓൺ2. സൈൻ എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ എന്തല്ല? 1 അല്ല, ഓൺ2 അല്ല. എവിടെയാണ്?
ഈ പറയുന്ന ഡൊമൈനിലും റേഞ്ചിലും. സൈൻ എക്സ് ആറിൽ നിന്ന് -1 ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ 1 അല്ല, ഓണ്ടും അല്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആർ എന്ന് പറഞ്ഞ സെറ്റ് എടുത്തിരിക്കുകയാണ്. ഇവിടെ -1 ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. ഞാനിവിടെ ആറിലെ വാല്യൂ π/4 എടുത്തു. π/4 ആകുമ്പോൾ സൈൻ π/4ന്റെ വാല്യൂ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1/√2 ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ π/4നെ സൈൻ എങ്ങോട്ട് മാപ്പ് ചെയ്യും? 1/√2ലേക്ക് മാപ്പ് ചെയ്യും. അടുത്തത് π-π/4 എടുക്കുകയാണ്. ഇതും സൈൻ മാപ്പ് ചെയ്യുന്നത് 1/√2ലേക്ക് തന്നെയാണ്. അടുത്തത് 2π + π/4 എടുത്താലും ഇത് മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 1/√2 ആണ്. ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട്, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. എങ്ങോട്ട് സൈനെ മാപ്പ് ചെയ്യുന്നത്? 1/√2ലേക്ക് സൈനെ മാപ്പ് ചെയ്യുന്ന ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സിംപ്ലി എന്ത് പറയാം? സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ഒരു മെനി വൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഇത് എന്താകില്ല? 1 ആകില്ല. ഇനി നമുക്ക് 1/2ന്റെ എടുക്കാം. 1/2ന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ വാല്യൂ കിട്ടും നമുക്ക്? π/4 കിട്ടും, π-π/4 കിട്ടും, 2π + π/4 കിട്ടും, എക്സെട്ര. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് നമുക്കിവിടെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഫംഗ്ഷൻ എന്താകില്ല? നോട്ട് ഓൺടു. അതായത് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആകില്ല, ഓണ്ടും ആകില്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ഇൻവേർട്ടിബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ഈ സൈൻ എക്സിനെ ഇൻവേർട്ടിബിൾ ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആറിൽ നിന്ന് -1 ഇത് ഇതിൻ്റെ നാച്ചുറൽ ഡൊമൈനും റേഞ്ചുമാണ്. നമ്മൾ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇതിനേക്കാണ് ഡൊമൈനെയും റേഞ്ചിനെയും. ആക്ച്വലി നമുക്ക് റേഞ്ചിനെ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. നമ്മളിവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഡൊമൈനെയാണ്. ഡൊമൈനെ നമ്മൾ മാറ്റുന്നത് -π/2 + π/2 റെസ്ട്രിക്റ്റ് ചെയ്യും. അതായത് നമ്മൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ടു ക്ലോസ്ഡ് -1 ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആകും, ഓണ്ടും ആകും. അതുകൊണ്ട് ഇത് ഇൻവേർട്ടിബിൾ ആകും. ഇൻവേഴ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഇൻ്റർവൽ -π/2 π/2 ടു -1 ഇത് ഡൊമൈനും ഇത് റേഞ്ചുമാണ്. അപ്പോൾ ഈ ഡൊമൈനിലും റേഞ്ചിലും ഈ ഫംഗ്ഷൻ എന്താവും? 1 ആകും, ഓണ്ടും ആകും. അതുകൊണ്ട് ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം കണ്ട സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആറിൽ നിന്ന് -1 ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനായിരുന്നു സൈൻ എക്സ്. നമ്മളിതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു, ഇതിൻ്റെ ഡൊമൈൻ. അപ്പോൾ എങ്ങനെയാക്കി നമ്മൾ ഇതിൻ്റെ ഡൊമൈനെ? സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ -π/2 π/2 ടു -1 നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ പുതിയ ഡൊമൈൻ. ഇതാണ് പുതിയ റേഞ്ച് അല്ല, ഓൾറെഡി നമ്മുടെ പഴയ റേഞ്ചും ഇപ്പോഴത്തെ റേഞ്ചും സെയിം തന്നെയാണ്. നമ്മൾ റേഞ്ചിന് മാറ്റം വന്നിട്ടില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ ആകെ മാറി എന്താണ്? ഡൊമൈനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ രീതി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈൻ എക്സ് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാവും? ഇതിന് 1 ആകും, ഓണ്ടും ആകും. 1 ഓണ്ടും ആയത് എന്തായിരിക്കും? ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇൻവേർട്ടിബിൾ ആകുമ്പോൾ ഇതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആ ഇൻവേഴ്സ് എന്തായിരിക്കും? യുണീക്കും ആയിരിക്കും. അപ്പോൾ ഇതിനൊരു യുണീക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഡിഫൈൻ ചെയ്തു. അപ്പോൾ എഫിൻ്റെ ഇൻവേഴ്സ് എവിടെ നിന്ന് അങ്ങോട്ട് ഡിഫൈൻ ചെയ്യും? വൈയിൽ നിന്ന് എക്സിലേക്ക്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞ് സൈൻ ഇൻവേഴ്സ് എക്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2
സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു പ്രധാന പോയിന്റ് ഉണ്ട്, പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഇവിടെ സൈനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു. അതിൻ്റെ ഡൊമൈൻ എന്താക്കി? ക്ലോസ്ഡ് -π/2 ടു π/2 ആക്കി. സൈൻ ഇൻവേഴ്സ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ റേഞ്ച് എന്താണ്? സൈൻ എക്സിൻ്റെ ഡൊമൈനാണ്. നമ്മൾ ഈ റെസ്ട്രിക്റ്റ് ചെയ്ത് കിട്ടിയ ഈ ഇൻ്റർവൽ, അതായത് ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് -π/2 ടു +π/2, ഇതിനെ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ എക്സ്. മനസ്സിലാവുന്നുണ്ടോ? സൈൻ എക്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 ടു +π/2. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ഇതാണ്, സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് ക്ലോസ്ഡ് -π/2 π/2 നിന്നും ക്ലോസ്ഡ് -1 നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആകും, ഓൺ2 ആകും, അത് ഇൻവേർട്ടിബിൾ ആകും. ഇൻവേർട്ടിബിൾ ആകുമ്പോൾ യൂണീക്കായിട്ട് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈനിൻ്റെ ഇൻവേഴ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. ഈ ന്യൂ റേഞ്ച് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഈ റേഞ്ചിനെ പറഞ്ഞ പേരാണെന്ത്? പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതുപോലെ കോസും ടാനും എല്ലാ ഫങ്ഷൻസിനും പുതിയ ഡൊമൈനും റേഞ്ച് നമ്മൾ ഡിഫൈൻ ചെയ്യും. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ പറയുന്ന ഫങ്ഷൻസ് എന്താകത്തുള്ളൂ? ഇൻവേർട്ടിബിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേബിളാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? സൈൻ ഇൻവേഴ്സ്. അതിൻ്റെ ഡൊമൈനാണ് ഫസ്റ്റ്, സെക്കൻഡ് റേഞ്ച്. അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. അതിൻ്റെ റേഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. അടുത്തത് കോസ് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. അതിൻ്റെ റേഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π. നെക്സ്റ്റ് കൊസീക് ഇൻവേഴ്സ്. കൊസീക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ഏതാണ്? R- ഓപ്പൺ ഇൻ്റർവൽ -1 1. അതായത് റിയൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ -1 1 കുറച്ചിരിക്കുകയാണ്. അതാണ് കൊസീക്കിൻ്റെ ഡൊമൈൻ. കൊസീക്കിൻ്റെ റേഞ്ച് ഏതാണ്? -π/2 ടു π/2 മൈനസ് സെറ്റ് 0. ഇതിൽ നിന്ന് 0 കുറച്ചിരിക്കുന്നു. അടുത്തത് സീക്ക് ഇൻവേഴ്സ്. സീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ഏതാണ്? R- ഓപ്പൺ ഇൻ്റർവൽ -1 1. റേഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π ടു 0 π മൈനസ് π/2. ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ടിൻ്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് R തന്നെയാണ്. ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ R, റേഞ്ച് ഓപ്പൺ ഇൻ്റർവൽ 0 π. നമ്മൾ എത്രയും നേരം ക്ലാസ് കണ്ടതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേബിളാണിത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ബുക്കിൽ എഴുതി വെക്കണം, നല്ല രീതിയിൽ പഠിക്കണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രോബ്ലംസ് ഇതിൻ്റെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.